നമസ്കാരം. വിദേശ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ അകമ്പടി നൽകാനുള്ള പ്രൊജക്ട് ഫ്രീഡം പദ്ധതി താൽക്കാലികമായി നിർത്തുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും ഇറാനുമായിട്ടുള്ള കരാറിൽ പുരോഗതിയുണ്ടായ സാഹചര്യത്തിലുമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് ട്രംപ് അറിയിച്ചു. ട്രംപിന്റെ കുറിപ്പിങ്ങനെ: പാകിസ്ഥാന്റെ മറ്റു രാജ്യങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചും ഇറാനെതിരായ സൈനിക നീക്കത്തിൽ നമുക്ക് ലഭിച്ച വമ്പിച്ച വിജയങ്ങൾ പരിഗണിച്ചും കൂടാതെ ഇറാന്റെ പ്രതിനിധികളുമായി അന്തിമവും പൂർണ്ണമായ കരാറിലെത്തുന്നതിൽ കൈവരിച്ച മികച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിലും ഞങ്ങളൊരു പുതു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ഉപരോധം പൂർണ്ണ ശക്തിയോടെ തുടരുമെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനായിട്ടുള്ള പ്രൊജക്ട് ഫ്രീഡം കുറച്ചു സമയത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ കരാർ അന്തിമമായി ഒപ്പിടാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും എന്നാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പ്. 2 മാസത്തോളം നീണ്ട ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ നൂറുകണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ ടാങ്കറുകൾക്ക് സുരക്ഷിതമായ അകമ്പടി നൽകാനായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ട്രംപ് പ്രൊജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചത്. US നാവികസേന ജലപാത വീണ്ടും തുറക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഒരു വലിയ നീക്കമായിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഭരണകൂടത്തിന്റെ സമുദ്ര നിയമങ്ങൾ ലംഘിക്കുന്ന ഏതൊരു കപ്പലിനെയും ബലം പ്രയോഗിച്ച് തടയുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിൽ US ഇടപെടൽ ആരംഭിച്ചതാണ് പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഇതിന് ബദലായി ഇറാൻ UAE ഫുജൈറ എണ്ണ വ്യവസായ മേഖലയിൽ ആക്രമണം നടത്തിയതോടെയാണ് കുറച്ചു നാളത്തെ സമാധാനത്തിന് ശേഷം പശ്ചിമേഷ്യ വീണ്ടും പ്രക്ഷുബ്ധമായതും. UAEക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിട്ടും ഇറാനെതിരായ വെടിനിർത്തൽ തുടരുകയാണെന്ന പ്രഖ്യാപനം ഇതിനിടെ US നടത്തി. അതേസമയം UAE ആക്രമിച്ചിട്ടില്ലെന്ന വാദവുമായി ഇറാനും രംഗത്ത് വന്നിരുന്നു. എന്നാൽ വ്യോമാക്രമണം ഉണ്ടായി എന്നായിരുന്നു UAE ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. ഹോർമുസ് വീണ്ടും തുറക്കാനുള്ള നീക്കത്തെ തുടർന്ന് സഖ്യരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ 4 മിസൈലുകൾ തൊടുത്തുവിടുകയും ഒരു പ്രധാന എണ്ണ തുറമുഖം തകർക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം USഉം ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം UAE കഴിഞ്ഞ തിങ്കളാഴ്ച മിസൈൽ മുന്നറിയിപ്പും നൽകിയിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനം വരും മുൻപ് ഇറാനെതിരെ US കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ഇറാനെതിരായ എപ്പിക് ഫ്യൂറി പോരാട്ടം അവസാനിച്ചെന്നും ഇനി ഇക്കണോമിക് ഫ്യൂറിയാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടിരുന്നു. ഇറാനെതിരായ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെല്ലാം നേടിയെന്നും എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമായിരുന്നു മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. ഇറാൻ ഇനി സാഹസത്തിന് മുതിർന്നാൽ ഇതുവരെ കാണാത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത് നൽകിയത്. യുദ്ധം നിർത്തിവെച്ചതിനു ശേഷം ഏകദേശം 12ഓളം തവണ ഇറാനിയൻ സൈന്യം US സൈനികരെ ആക്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്നതാണ് USന്റെ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ വ്യോമാതിർത്തിയിലോ സമുദ്രപരിധിയിലോ പ്രവേശിക്കേണ്ട ആവശ്യം USനില്ല. ഞങ്ങളൊരു യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല. കടലിടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസ്തുത അതല്ല. കടലിടുക്കിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ആക്രമണങ്ങൾ നടന്നതിന് തൊട്ടു പിന്നാലെ കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് ഇറാന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങൾ വരുന്നത്. വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇറാൻ 10ലധികം തവണ US സേനയെ ആക്രമിച്ചുവെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും പ്രതികരിച്ചിരുന്നു.